ധർമ്മസേന, അന്ന് വിശ്വാമിത്ര പത്നി മകന്റെ കഴുത്തിൽ കയറിട്ട് വിൽക്കാൻ കൊണ്ടുപോയ ആ ദിവസം നീ ഓർക്കുന്നില്ലേ? അന്ന് തന്നെ ഞാൻ നിന്നോട് പറഞ്ഞു, വിശ്വാമിത്രന്റെ കുടുംബത്തിന് ഭക്ഷണം നൽകുന്നത് സേവന ബുദ്ധിയാ ചെയ്യുന്ന ഒരു കർമ്മമല്ല എന്ന്. ഇത് ഒരു ഉപകാരമാണ്, പ്രത്യുപകാര കാംക്ഷയോടെ ചെയ്യുന്ന ഉപകാരം. ഇതിന് പ്രത്യുപകാരം വരും. അന്ന് നീ പറയും സത്യവ്രതൻ ദീർഘദർശിയായിരുന്നുവെന്ന്. പ്രഭു, അങ്ങ് രാജാവാണ്, ഞാൻ അങ്ങയുടെ വിനീത സേവകൻ മാത്രമാണ്. അങ്ങെന്ത് ചെയ്താലും എന്തു പറഞ്ഞാലും അത് വിധേയത്വത്തോട് അംഗീകരിക്കേണ്ട സേവകൻ അങ്ങാണെന്റെ ശരി, അങ്ങ് മാത്രം. അത്രയ്ക്കുള്ള വിധേയത്വമൊന്നും ആവശ്യമില്ല ധർമ്മസേന. രാജ്യം നഷ്ടപ്പെട്ട രാജാവല്ലേ ഞാൻ. പക്ഷെ ഈ പതനത്തിലും എന്നെ മുന്നോട്ട് നയിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട്. വസിഷ്ഠൻ. തപസ്സുകൊണ്ട് ഇന്ദ്രനേക്കാളും ബലം കൈവരിച്ച വസിഷ്ഠൻ. ആ തപോബലത്തിന് മുന്നിൽ മുഖാമുഖം നിൽക്കേണ്ടി വരുന്നൊരു ദിവസം. ആ ദിവസം വസിഷ്ഠന്റെ തപോബലമാകുന്ന അസ്ത്രങ്ങളെ നേരിടാൻ കഴിയുന്ന പടച്ചട്ടയാണ് വിശ്വാമിത്രൻ. നീ കണ്ടോ, സത്യവ്രതന് വേണ്ടി വിശ്വാമിത്രൻ വസിഷ്ഠനെ നേരിടും. ഞാൻ അയോധ്യയോളം പോയിട്ട് വരാം. നന്ദിനേ, കഴിച്ചോളൂ. പ്രഭു, അയോധ്യയിൽ മാത്രമാണ് മഴയില്ലാത്തത് എന്നല്ലേ അങ്ങ് പറഞ്ഞത്? അതെ. അങ്ങയ്ക്ക് ഇന്ദ്രനോട് സംസാരിക്കരുതോ? ഇന്ദ്രനോട് എന്ത് സംസാരിക്കാൻ? അല്ല, ഇന്ദ്രകോപമാണ് അയോധ്യയിൽ മഴ വിലക്കിയതെന്ന് കേട്ടു, അതുകൊണ്ട് പറഞ്ഞതാ. ഇന്ദ്രൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഇന്ദ്രന് മതിയായ കാരണം ഉണ്ടായിരിക്കാം. നാമായിട്ട് അതിലിടപെട്ട് ഇന്ദ്രന് പ്രയാസമുണ്ടാക്കുന്നില്ല. പക്ഷേ ഇന്നിപ്പോ അയോധ്യയ്ക്ക് വേണ്ടി സംസാരിക്കാൻ അങ്ങല്ലാതെ മറ്റൊരാളുണ്ടോ? രാജസ്ഥാനത്തല്ലേ ഇന്നങ്ങ് ശോഭിക്കുന്നത്. രാജാവിന്റെ നിയോഗം അനുഷ്ഠിക്കുന്നതുകൊണ്ട് നാം രാജാവാകുന്നില്ല അരുന്ധതി. രാജാവല്ലെങ്കിലും രാജഗുരുവല്ലേ? രാജ്യത്തെ ദുരിതങ്ങളും ദുഃഖങ്ങളും അകറ്റാൻ അങ്ങും ബാധ്യസ്ഥനല്ലേ? അങ്ങയ്ക്ക് അതിനുള്ള ഉത്തരവാദിത്തമല്ലേ? അരുന്ധതി, അതൊക്കെ രാജശാസനത്തിന്റെ ധർമ്മനീതികളുടെ ഭാഗമാണ്. അതെ പ്രഭു, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. എല്ലാം അവിടുത്തെ ഹിതം, നിശ്ചയം. ഭവതിയുടെ ഹിതങ്ങളും വസിഷ്ഠന്റെ ഹിതങ്ങളിൽ പ്രതിഫലിക്കും. നന്ദിനെ ശ്രദ്ധിക്കൂ, ഞാൻ അയോധ്യയോളം പോയി വരാം. അങ്ങനെ ആകട്ടെ പ്രഭു. നന്ദിനെ. നന്ദിനി, ഇന്നെന്താ വനത്തിലേക്കും പുഴയിലേക്കൊന്നും പോകുന്നില്ലേ? നാരായൺ 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 നാരായൺ. മഹാരാജൻ, അരുണ മഹാരാജൻ, കണ്ണു തുറന്നാലും. അയോധ്യാധിപ അരുണ മഹാരാജാവേ, കണ്ണു തുറക്കൂ. മഹർഷി, അങ്ങായിരുന്നു. പ്രണാമം. പ്രണാമം മഹാരാജൻ. തപസ് അങ്ങയെ ക്ഷീണിപ്പിച്ചിട്ടില്ല, പോഷിപ്പിച്ചിട്ടേ ഉള്ളൂ. നന്ദി മഹർഷി. അങ്ങയുടെ നിരീക്ഷണങ്ങൾ ശരിയാകാതെ വയ്യല്ലോ. മൂലോക സഞ്ചാരിയായ അങ്ങ് എവിടെ പോകുന്നതിനും ഉചിതമായ കാരണമുണ്ടാകുമല്ലോ. പറഞ്ഞാലും ഈ വനത്തിലേക്കുള്ള അങ്ങയുടെ ആഗമനോദ്ദേശം എന്താണ്? നാരായണ നാരായണ.
മറ്റൊന്നുമല്ല മഹാരാജൻ, അങ്ങയെ കാണുക തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. സന്തോഷം ദേവർഷേ. പിന്നെ അങ്ങനെ കാണാൻ ഒരുങ്ങി വരുമ്പോൾ അതിനൊരു കാരണമുണ്ടാകുമല്ലോ. പറഞ്ഞാലും നാം അങ്ങയ്ക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? അങ്ങ് ചിലത് ചെയ്യണം. പക്ഷേ അത് നമുക്ക് വേണ്ടിയല്ല, അങ്ങയുടെ രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി. ദേവർഷേ, നമ്മുടെ രാജ്യവും ജനങ്ങളും രാജഗുരു വസിഷ്ഠ മഹർഷിയുടെ പരിപാലനത്തിൽ സന്തുഷ്ടരായി കഴിയുമെന്നാണ് നമ്മുടെ നിഗമനം. ആ നിഗമനം തെറ്റാണ് മഹാരാജൻ. വർഷങ്ങളായി കൊടിയ വേനൽ അങ്ങയുടെ രാജ്യത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നു. അതിനൊരു അറുതി വരണമെങ്കിൽ അങ്ങ് തിരികെ അയോധ്യ നഗരിയിലെത്തണം. ഈ കാര്യം പറയാനാണ് നാം ഇവിടെ വന്നത് മഹാരാജൻ. നമ്മുടെ രാജ്യത്തെ കൊടിയ വരൾച്ചയ്ക്ക് കാരണം എന്താണ് മഹർഷേ? അത് ദേവേന്ദ്രന്റെ കോപമാണ് മഹാരാജൻ. അങ്ങ് വഴി പോലെ ഇന്ദ്രപ്രീതിക്കുള്ള പൂജാദികൾ ചെയ്താൽ ഇന്ദ്രൻ പ്രസാദിക്കാവുന്നതേയുള്ളൂ. തീർച്ചയായും നാം ഈ തപസ് അവസാനിപ്പിക്കാൻ ദേവർഷേ. അയോധ്യയിലെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുമ്പോൾ നാം അവരോടൊപ്പം വേണം. നന്നു മഹാരാജൻ. അങ്ങയുടെ പ്രവൃത്തികൾ ഇക്ഷ്വാകു വംശത്തിന്റെ കീർത്തി ഉയർത്തട്ടെ. അങ്ങയുടെ ആശംസകൾക്ക് നന്ദി ദേവർഷേ. നല്ലതു വരട്ടെ. നാരായൺ നാരായൺ. ധർമ്മസേന, ഈ പകൽ മുഴുവൻ നമ്മൾ കാട്ടിൽ അലഞ്ഞിട്ടും ജീവനുള്ള ഏതെങ്കിലും ഒരു മൃഗത്തെ കാണാൻ കഴിഞ്ഞോ? ഇല്ലല്ലോ. പക്ഷേ നീ അത് കണ്ടോ? ആ പശുവിനെ. പ്രഭു, നമ്മൾ എത്തിയിരിക്കുന്നത് വസിഷ്ഠാശ്രമത്തിലാണ്. ആ നിൽക്കുന്നത് വസിഷ്ഠ മഹർഷിയുടെ സ്വർഗീയ ധേനു നന്ദിനിയാണ്. വസിഷ്ഠാശ്രമത്തെയും വസിഷ്ഠന്റെ കാമധേനുവായ നന്ദിനിയെയും ഞാൻ അറിയാത്തതൊന്നും അല്ലല്ലോ ധർമ്മസേന. പക്ഷെ ഇപ്പോൾ ഞാൻ കാണുന്നത് ജീവനുള്ളൊരു മൃഗത്തെയാ. അത് മാത്രമാണ്. പക്ഷെ യുവരാജൻ, അത് പശുവാണ്. പ്രത്യേകിച്ചും വസിഷ്ഠ മഹർഷിയുടെ പശു. അതിനെ നോട്ടമിടുന്നത് അപകടമാണ് പ്രഭു. ധർമ്മസേന, അപകടകരമായ കാര്യങ്ങളാണ് എന്നും സത്യവ്രതൻ ചെയ്തിട്ടുള്ളത്. ഞാൻ ഭവിഷ്യത്തുകളെക്കുറിച്ച് ആലോചിക്കാറേയില്ല. ലക്ഷ്യം അത് മാത്രമാണ് എന്നും സത്യവ്രതന്റെ മാർഗം. മഹർഷി വിശ്വാമിത്രന്റെ കുടുംബത്തിലുള്ള ഭക്ഷണം അത് എങ്ങനെയെങ്കിലും എവിടെ നിന്നെങ്കിലും കണ്ടെത്തണം എന്നത് മാത്രമാണ് ഇന്നത്തെ എന്റെ വിചാരം. അവിടെ വസിഷ്ഠനില്ല, നന്ദിനിയില്ല, കാമധേനുവില്ല, മറ്റൊന്നുമില്ല. അങ്ങെന്താണ് ഈ പറയുന്നത്? വസിഷ്ഠ ആശ്രമത്തിൽ നിന്നും പശുവിനെ അപഹരിക്കുക എന്നതാണോ? അതെ, വസിഷ്ഠന്റെ പശുവിനെ വിശ്വാമിത്രന്റെ ഭാര്യയും കുട്ടികളും ഭക്ഷിക്കട്ടെ. പ്രഭോ, അത് പാടുണ്ടോ? പശുവിനെ വധിക്കുന്നത്?
നന്ദിനി, 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 സത്യവ്രത, വസിഷ്ഠ ബ്രഹ്മർഷിയാകുന്ന ഈ ഞാൻ എന്റെ ആർജിത തപപുണ്യങ്ങളെ മുൻനിർത്തി നിന്നെ ശപിക്കുന്നു. പാപിയായ നീ ഇന്നു മുതൽ ഒരു ചണ്ടാളനായി തീരട്ടെ. പിതൃകോപം, പരതാരാപഹരണം, പശുമാംസ ഭോജനം, നിന്നെ ചൂഴുന്ന പാപങ്ങളാണിത്. പാപങ്ങളുടെ ഈ 3 ശംഖുക്കൾ, ആണികൾ നിന്നെ പീഡിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഈ 3 ശംഖുക്കളാൽ പീഡിതനാകുന്ന നീ ഇനിമേൽ ത്രിശങ്കു എന്ന് വിളിക്കപ്പെടും. വസിഷ്ഠന്റെ ശാപമാണിത്, വ്യർത്ഥമാകില്ല.
ധർമ്മസേന, വസിഷ്ഠശാപം കഠോരമാണ്. ഞാൻ മരിച്ചു. അല്ല, മരിച്ചതിന് തുല്യം ജീവിച്ചിരിക്കുന്നു. മനുഷ്യന്റെ ഇഹപര സുഖങ്ങൾക്കാധാരം അവന്റെ കർമ്മങ്ങളാണ്. ഇഹത്തിലെ ഹീനകർമ്മങ്ങളുടെ ഫലം ഇഹത്തിലോ പരത്തിലോ അവൻ അനുഭവിച്ചേ തീരൂ. അതുകൊണ്ട് ശ്രേഷ്ഠ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക.